ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് ഇങ്ങനെ കുഴപ്പമില്ലാതെ പോണു. അപ്പോൾ രാവിലത്തെ ചായയുടെ കടി എന്താ വെച്ചെങ്കിൽ ഗോതമ്പിൻ്റെ ദോശയാണ് കേട്ടോ. ഗോതമ്പിൻ്റെ എന്ന് പറയുമ്പോൾ ലേശം മൈദപ്പൊടി അതിൽ ചേർത്തിട്ടുണ്ട്. മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് ആ കട്ടൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് മിക്സിയിലൊന്ന് രണ്ടൊരു അടി അടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ കൂട്ടാനും വെക്കുന്നുണ്ട്, ഉപ്പേരി വെക്കുന്നുണ്ട്, ചട്ടിനി വെക്കുന്നുണ്ട്, എല്ലാം വെക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഈ ഈ രണ്ടടുപ്പല്ലേ ഉള്ളൂ ഗ്യാസ് അടുപ്പിന്. ഒക്കെ ഇത് തന്നെ ചെയ്യണം. 8:30 ആകുമ്പോഴത്തേനും എല്ലാം വേണം. എന്തൊക്കെ ചെയ്യാല്ലേ. അപ്പോൾ ഒക്കെ ആയിട്ടാണ് എല്ലാം ഞാൻ അങ്ങോട്ട് ഒപ്പിച്ചങ്ങോട്ട് എടുത്തു. അപ്പോൾ ദോശ ഞാൻ നല്ല നൈസായിട്ട് നമുക്ക് കനം കുറച്ച് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പയർ അങ്ങോട്ട് എടുത്തു. അപ്പോൾ എൻ്റെ മാക്സിയുടെ മുകളിൽ നോക്കി ഇപ്പോഴാണ് ഞാൻ എൻ്റെ മാക്സി ബാക്കൊന്ന് കാണുന്നത് കേട്ടോ. എന്താ വെച്ചെങ്കിൽ ഗോതമ്പിൻ്റെ പൊടിയൊക്കെ എടുത്ത് കയ്യുമൊക്കെ പൊടി ഉണ്ടായിരുന്നേ, അത് ആ മാക്സിയുടെ മുകളിൽ തട്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന പൊടി കേട്ടോ. അപ്പോൾ എന്തുണ്ടെങ്കിലും കൈ കഴുകുകയാണെങ്കിൽ കൈ കഴുകിയിട്ട് നമ്മുടെ കയ്യിലേക്ക് വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പോൾ മാക്സിമം ഒന്ന് തുടച്ചൂലേ. അത് ആ ശീലം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ശീലം എനിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുരിങ്ങക്കായും തക്കാളിയും കൂടെ എടുത്തു. എനിക്ക് നല്ല തലവേദനയായിരുന്നു കേട്ടോ. അത് കാരണം ഇന്നലെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും വയ്യ. നല്ല തലവേദന, മൈഗ്രെയിൻ്റെ തലവേദനയാണെന്ന് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്നലെ ഓട്ടുകാർ ആശുപത്രിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ വരുമ്പോൾ ഇത്തിരി മുരിങ്ങക്കായും തക്കാളിയും അങ്ങനെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു. അപ്പോൾ പച്ചമാങ്ങൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടാൻ വയ്ക്കാൻ പരിപ്പും തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുരിങ്ങക്കായൊക്കെ വെച്ച് നല്ല ടേസ്റ്റ്. ഒരു ദിവസം ഞാൻ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ പ്രവാസികളൊക്കെ കാണണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കമൻറ്റൊക്കെ വന്നു, നാട്ടിലെ കൂട്ടാനൊക്കെ കാണുമ്പോൾ കഴിക്കാൻ തോന്നണു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. അവരവിടെ ഇങ്ങനെ കണ്ണെത്താ ദൂരത്ത് ഇങ്ങനെ എല്ലാവർക്കും കഷ്ടപ്പെടില്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നാട്ടിലെ ഫുഡൊക്കെ കാണുമ്പോഴും ഭക്ഷണമൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടാവില്ലേ. എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ് അത് കേട്ടപ്പോൾ. എനിക്കിങ്ങനെ കമൻറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേരിൻ്റെ പ്രവാസികളായിട്ടുള്ള കുറച്ച് പേരിൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവിടെ സുഖമാവട്ടെ, അല്ലെങ്കിൽ ജോലിയിലൊക്കെ പഠിച്ചോ ബർക്കത്ത് കൊടുക്കട്ടെ, അവർ കുടുംബത്തും പഠിച്ചോ നല്ലത് വരുത്തട്ടെ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനല്ലേ ഈ പ്രവാസികളൊക്കെ അവിടെ കഷ്ടപ്പെടുന്ന ഭാര്യേനെയും മക്കളേനൊക്കെ വിട്ട് ഒറ്റയ്ക്ക് പോയി അവിടെ അധ്വാനിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിട്ടത് കേട്ടപ്പോൾ. എൻ്റെ അനിയനും ഇപ്പോൾ അവിടെ ഞാനിന്നിപ്പോൾ അവന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ണി എന്താടാ വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്ത് വിശേഷം, രാവിലെ നീക്കണു, പണിക്ക് പോണു, വൈകുന്നേരം വരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആകെ എന്താ പോലെ. അപ്പോൾ ഞാനും സമാധാന വാക്കൊക്കെ ഞാൻ പറഞ്ഞു കേട്ടാ. എനിക്ക് അങ്ങനെയൊക്കെ കേട്ട ഭയങ്കര വിഷമമാണ്. അങ്ങനെ പ്രവാസ ജീവിതമൊന്നും എളുപ്പമൊന്നുമല്ല. അപ്പോൾ അവർക്കൊക്കെ പഠിച്ച ക്ഷമയും ബർക്കത്തും ചെയ്യുന്ന ജോലിയിലൊക്കെ പഠിച്ച ബർക്കത്തൊക്കെ കൊടുക്കട്ടെ. ആമീൻ. അങ്ങനെ ഞാൻ തേടുന്നുണ്ട് കേട്ടോ നന്നായിട്ട്. അപ്പോൾ എന്താ പിന്നെ ചട്ടിനിയായി പറഞ്ഞിപ്പോൾ ചട്ടിനിയായി. കൂട്ടാനിതാ പരിപ്പ് ഇങ്ങനെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൂട്ടാനൊക്കെ വെക്കുമ്പോഴേ എനിക്ക് പറഞ്ഞ വാക്കൊക്കെ ഓർമ്മ വരികയാണ്. ഇനിയിപ്പോൾ വന്നു കഴിഞ്ഞാൽ ആൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ആളെ വീട്ടിൽ കഴിക്കാമല്ലോ. ഇതൊക്കെ കാണാനും ഇങ്ങനെ വീട്ടിലത്തെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ കാണുമ്പോൾ അവർക്കൊരു സമാധാനമല്ലേ അല്ലേ. അപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാനൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണതൊക്കെ. ചിലവർക്കൊക്കെ ഒരു വീഡിയോസ് കാണുമ്പോൾ ഒരു നെഗറ്റീവും അതിൻ്റെ ഒക്കെ വരും അല്ലേ, ഒരു പോസിറ്റീവായ എനർജിയൊക്കെ വരും എല്ലാവർക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ചിലർ വീഡിയോ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു മനസ്സിലൊരു സമാധാനം സന്തോഷമൊക്കെ വരും, അതൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരു സമാധാനമൊക്കെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലേ. അപ്പോൾ എന്താ ചെയ്യും പറയട്ടോ, എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒക്കെ പറയാം. അപ്പോൾ പിന്നെ എന്താണ് മുരിങ്ങക്കായ ഇട്ടു, തക്കാളി ഇട്ടു, പിന്നെ ലേശം കായപ്പൊടി ഇട്ടിട്ട്, കായപ്പൊടി അല്ല ലേശം കായ ഇട്ടിട്ടുണ്ട് കേട്ടോ. പൊടി വേണമെങ്കിൽ ലേശം ഒരു 1/2 ടീസ്പൂൺ പൊടി ഇടാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു, പുളി ലേശം പിഴിഞ്ഞ് വയ്ക്കുക കേട്ടോ, ലേശം ഇട്ടാൽ മതി. തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. കൂട്ടാൻ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം വെക്കാൻ, ഇപ്പം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പോൾ കൂട്ടാനൊക്കെ വേഗം ആയിട്ടുണ്ട് കേട്ടോ. കൂട്ടാൻ പണിയായി. പിന്നെ ഇത്തിരി ചെമ്പല്ലി ഇരിക്കുന്നുണ്ട്, അത് പൊരിക്കണം. പയറുപ്പേരി അത് വെക്കണം.
ഒക്കെ ഇനി ഉണ്ണിമോൾക്ക് ആക്കി കൊടുക്കും വേണം. അവൾക്ക് പിന്നെ പയറുപ്പേരി ഇഷ്ടമല്ല കേട്ടോ. അവൾക്കൊക്കെ ഒരു പ്രത്യേകതയാണ്. ഇവർ 3 മക്കളുണ്ട്. അവർക്ക് 3 ആൾക്കും വേറെ സ്വഭാവമാണ്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ലേസ് നാളികേരം അരച്ച് വയ്ക്കണം അതിൽ, എന്നാലാണ് ഇത്തിരി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇത്തിരി കടുകും ഇത്തിരി ഉലുവയും വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ടൊന്ന് തൂമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ വെക്കാറുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ഇടാം കേട്ടോ. അങ്ങനെ എൻ്റെ വീട്ടിൽ പോയ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എനിക്ക് മനസ്സിലായിട്ടാണ്. ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ലൈക്കൊക്കെ കിട്ടി. അങ്ങനെ എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ ഉപ്പാനെ കണ്ടിട്ട് പാവമാണ് എൻ്റെ ഉപ്പ എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഉപ്പ പാവം തന്നെയാണ് കേട്ടോ. എൻ്റെ ഉമ്മയും പാവം തന്നെയാണ്. നമ്മൾ എന്താ പറയുക, എൻ്റെ ഉപ്പൊക്കെ കേട്ടല്ലോ ഒരുപാട് ഞങ്ങൾ 3 മക്കളേനെയും ഒക്കെ നോക്കി ഉണ്ടാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പാടിലൂടെ പിച്ച വെച്ച് ഇങ്ങനെ കയറി വന്നതാണ് കേട്ടോ. ഞങ്ങളൊക്കെ പറയാനാണ് വെച്ചെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇപ്പം ഇനി അതൊക്കെ പറഞ്ഞിട്ട് ഇനി സിമ്പതി പറ്റാന്നൊന്നും ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നില്ല കേട്ടോ. ഒരുപാട് ഇടങ്ങളിലൂടെ വന്നതാണ് ഞങ്ങളൊക്കെ. ഒരുപാട് കളിയാക്കലും പരിഹാസങ്ങളും ഒക്കെ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട് എൻ്റെ ഉപ്പ. അപ്പോൾ എന്താ, ഞങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വീടൊക്കെ വെച്ചു. ഞാൻ പറഞ്ഞില്ല, ആ കുന്നത്ത് ഞങ്ങൾ കാട്ടി തന്നാൽ വീഡിയോ എടുക്കാൻ ശരിക്കും പറ്റിയില്ല. അങ്ങോട്ട് സ്പീഡിൽ അങ്ങോട്ട് വണ്ടിയിൽ പോയിരുന്നു അല്ലേ. അപ്പോൾ പിന്നെ കല്യാണം കഴിച്ച് ഞങ്ങളെ രണ്ടാളും കല്യാണമൊക്കെ കഴിച്ച് കുറച്ച് കടബാധ്യതകൾ കാരണം വീടൊക്കെ വിറ്റു. ഇപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഇനി സ്ഥലം മേടിച്ചിട്ടുണ്ട്. ഞാൻ ഇൻഷാ അല്ലാഹ് നമുക്കൊരു വീടൊക്കെ ഇതിൽ വെക്കണം, അനിയനെ കല്യാണം കഴിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് യൂട്യൂബ് ഇങ്ങനെ പോവുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോവുകയാണെന്ന് വെച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിൽ എല്ലാവർക്കും എൻ്റെ വിശേഷങ്ങളും എല്ലാതും കാണിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമുക്ക് വീഡിയോയിൽ ഇതേപോലെ ഒക്കെ കാണിക്കാം. കുറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഇപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറയാമെന്ന് വെച്ചെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും വലിച്ച് നീട്ടണില്ല. അപ്പോൾ മക്കൾ ഉണ്ണിമോൾ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അവൾക്ക് ഗോതമ്പിൻ്റെ ദോശ ചട്ടിനി ഇഷ്ടമല്ല. ചട്ടിനിയൊക്കെ ആയിട്ടുണ്ടല്ലോ, അവൾക്ക് ചട്ടിനി ഇഷ്ടമല്ല. പരിപ്പ് കൂട്ടാൻ കൂട്ടിയിട്ടുള്ളത് കഴിക്കുന്നുണ്ട്. ഇക്കാക്കുള്ള ചായ ലേശം ചൂടാക്കിയിട്ട് ഇക്ക കുടിക്കാൻ പോയിട്ടാണ്. പിന്നെ ഫൈസീനെ കുഞ്ഞോളെ കൊണ്ട് ഞാൻ വിളിപ്പിച്ചു. യായാന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അവൾ യായാന്നാണ് വിളിക്കുമല്ലോ കേട്ടോ ഫൈസീനെ. അപ്പോൾ അങ്ങനെ അവളിങ്ങനെ വിളിപ്പിച്ചിട്ട് അവനെ നീപ്പിച്ചു. അവന് ഒരു കപക്കെട്ടൊക്കെ ഉണ്ട്. ഇന്നലെ ഒന്നും സ്കൂളിൽ പറഞ്ഞേച്ചില്ല കേട്ടോ. അപ്പോൾ ഉപ്പേരിക്കുള്ളതൊക്കെ അവിടെ റെഡിയാക്കി ഉപ്പേരി വയ്ക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടല്ലോ. പിന്നെ വയറിനൊരു പ്രശ്നമൊക്കെ ഉണ്ട് കേട്ടോ. വയറ്റിൽ നിന്ന് ഇങ്ങനെ പോകണമൊക്കെ ഉണ്ട്. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പോവുക, വയറ് വേദനിക്കുക. എന്നാലും ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ അവനെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അവന് കുറവില്ല, വയറ് വേദനിക്കുക തന്നെയായിരുന്നു. അപ്പോൾ എന്താ പറയുക, ഭക്ഷണം എന്തോ ദഹിക്കാണ്ട് കിടക്കുന്നുണ്ട് ഇത്ര. അപ്പോൾ ഡോക്ടർ മരുന്നൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ അവന് കപക്കെട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ഗുളിക ഇന്ന് ഡോക്ടറെ അടുത്തേക്കൊക്കെ പോയിട്ട് വന്നു. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ ഇടയിൽ. അപ്പോൾ അങ്ങനെ അവൾക്കുള്ള ചോറൊക്കെ ആക്കി കൊടുത്തു. അവൾക്ക് എന്താ ഉപ്പേരി വേണ്ട, അവൾക്ക് ഉപ്പേരി ഇഷ്ടമല്ല കേട്ടോ. 3 ആൾക്ക് 3 സ്വഭാവമാണ്. ഫൈസിക്ക് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പയർ ഉപ്പേരി. അവൾക്ക് ഉണക്കപ്പയർ കൂട്ടാൻ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മുരിങ്ങക്കായ കൂട്ടാൻ മാത്രമേ ആക്കിയിട്ടുള്ളൂ. പിന്നെ അവൾക്ക് എന്താ അരിനെല്ലിക്ക അച്ചാർ എന്താ മേടിക്കണം അത്ര. അപ്പോൾ ഇപ്പം ചെറിയ ഒരു 20 ഉറുപ്പ്യ മേടിച്ചിട്ടുണ്ട്. ബാക്കി പൈസ കളയാണ്ട് കൊണ്ടുവന്നേരാന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട് അവൾക്ക്. അവളങ്ങനെ അനാവശ്യമായിട്ടൊന്നും പൈസ നശിപ്പിക്കില്ല കേട്ടോ. ബാക്കി പൈസ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു തരും കേട്ടോ. അപ്പം മുട്ടായി മേടിച്ചോ പറഞ്ഞാൽ മാത്രമേ കേട്ടോ അവൾ മേടിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ ഇവൾക്കും ചട്ടിനി ഇഷ്ടമല്ല. 2 പെൺകുട്ടികൾക്കും ചട്ടിനി ഇഷ്ടമല്ല. എന്നാലും പിന്നെയും കുഴപ്പമില്ലാണ്ട് കഴിക്കുക ഇവൾ തന്നെ കേട്ടോ. അവൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യും കുഞ്ഞോള്. അപ്പോൾ ഫൈസീനെ ഒന്ന് പറഞ്ഞേക്കണമൊക്കെ ഉണ്ട്. ടീച്ചറോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നൊന്നുമില്ല. എന്നാലും വന്നിട്ടും വയറുവേദന തന്നെയായിരുന്നു. അങ്ങനെ അവനെ സ്കൂളിൽ പറഞ്ഞേക്ക്. ഇവിടെ ഇരുന്നിട്ട് അവനൊരു ബോറടിക്കാത്രേ. അപ്പോൾ അവന് സ്കൂളിൽ പോകണം പറഞ്ഞിട്ട് കേട്ടോ പറഞ്ഞേക്കണത്. ഒന്നും ഇപ്പോൾ പരീക്ഷയ്ക്ക് ആയില്ല, എന്തെങ്കിലുമൊക്കെ 4 അക്ഷരം പഠിക്കുക വെച്ചെങ്കിൽ സ്കൂളിൽ ഇരുന്ന് പഠിച്ചോട്ടെ വെച്ചിട്ട് പറഞ്ഞേക്കാണ് കേട്ടോ. പിന്നെന്താ, പിന്നെ കച്ചവടത്തിന് ഒന്നും പോയിട്ടില്ല. ഇപ്പോൾ കച്ചവടത്തിന് പോയ സ്ഥലത്തൊക്കെ സാധനങ്ങളൊക്കെ വീട്ടിലൊക്കെ വെള്ളം കയറി ആകെ പ്രശ്നമായി. ഇനിയിപ്പോൾ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. അത് കാരണം ഇനി അതൊക്കെ മാറട്ടെ, അത് കഴിഞ്ഞിട്ട് പോവുള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ. ഒന്നാമത് കച്ചവടമൊക്കെ കുറവാണ്, എല്ലാവരുടെയും ബുദ്ധിമുട്ടാണ്. എല്ലാവരുടെയും വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് വീട്ടുകളിൽ വെള്ളം കയറിയിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കാര്യങ്ങൾ. അപ്പം എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ചായയുടെയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പാത്രം കഴുകാൻ കുറച്ച് കിടക്കുന്നുണ്ട്. പിന്നെ ഉമ്മ അവിടെ നിന്ന് തിരുമ്പുന്നുണ്ട് കേട്ടോ. കട ഉമ്മ അവിടെ തിരുമ്പുന്നുണ്ട്. പിന്നെ പാത്രം കഴുകാൻ കണ്ടില്ലേ, ചോറ് ഊറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ട് കളയാൻ പോയതാണ് ഞാൻ.
പിന്നെ എന്താ വെച്ചെങ്കിലേ ഞാനൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡ്രീം കേക്കാണ്, വേറെ ആരും അടുത്തല്ല, എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്താണ് കേട്ടോ. അസ്മ എന്ന പേര്, എൻ്റെ ഒപ്പം പഠിച്ചതാണ്. അവൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, ട്രെൻഡി കേക്ക്സ് എന്നാട്ടോ അവളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അടിപൊളിയായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആരെന്ത് ഓർഡർ പറഞ്ഞാലും അവൾ അപ്പം തന്നെ എത്തിച്ചു കൊടുക്കും. അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. സംഭവം ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഞങ്ങളൊക്കെ കാണേ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഡ്രീം കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ വലിയ ഇഷ്ടമായില്ല കേട്ടോ, ഭയങ്കര ഓവർ കുത്തായിരുന്നു കേട്ടോ, അതൊക്കെ ഇഷ്ടമായിട്ടില്ല. ഞാൻ ഒരു ടീസ്പൂൺ മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ എന്തായാലും ഉണ്ണിമോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു ഉമ്മച്ചി ഡ്രീം കേക്ക് മേടിക്കാമെന്ന്. അപ്പോൾ എന്തായാലും ഇവൾ ഇത്ര വലിയ ഓർഡർ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായത്, ഇവളോട് ചോദിച്ചപ്പോൾ ഈ ഇങ്ങനെയൊക്കെ ഓർഡർ എടുക്കുക എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ഒരു ഡ്രീം കേക്ക് തായോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെന്താ, അവളെ വീട് ഇവിടെ കുറച്ച് ദൂരെയാണ് കേട്ടോ, കെട്ടിച്ചോർത്ത സ്ഥലം എവിടെയെന്ന് മറന്നുപോയി. അവളെ വീട് മങ്കരയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ ഇന്ന് കേക്കൊക്കെ കൊണ്ടുവന്നു തന്നു. അപ്പോൾ അടിപൊളി കേക്കായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവളെ യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ടോ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെച്ചെങ്കിൽ അവളോട് പറഞ്ഞാൽ അവൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് എവിടെ വേണമെങ്കിലും അവൾ എത്തിച്ചേരും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഡ്രീം കേക്ക്, ടേസ്റ്റ് ചെയ്യണതൊക്കെ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ വെച്ചെങ്കിൽ ചെമ്പല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളി ചെമ്പല്ലിയാണ്, കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഇത് നന്നാക്കാനാണുള്ളതായിരിക്കും പാടിട്ട്. എൻ്റെ കയ്യുമൊക്കെ മുള്ളു കുത്തിയിട്ടൊരു ഭാഗമില്ല കേട്ടോ, എൻ്റെ കയ്യുമ്മ ഒരു മുള്ളി ഇരിക്കുന്നുണ്ട്, ഇതേ വരെയായിട്ട് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കയ്യുമ്മ ഇങ്ങനെ തറച്ചിട്ട് വയ്യ. ഇനിയിപ്പോൾ ഇത് എന്താ തീരാന്ന് അറിയില്ല, നിൽക്കാനും കൊണ്ടൊക്കെ ഒന്ന് ഇടിപ്പിക്കണം. അതിൻ്റെ ഉള്ളിലൊരു മുള്ളിരിക്കുന്നുണ്ട്, ഇട്ടേക്ക് എടുക്കാൻ പറ്റുന്നില്ല, അത് കുഞ്ഞു മുള്ള ഇരിക്കുന്നത്, പൊട്ടിയിട്ട് ഇരുന്നതാണ്. അപ്പോൾ നല്ല മുള്ളുണ്ട്. അപ്പോൾ കഴിക്കാനൊക്കെ ടേസ്റ്റ് തന്നെ ചെമ്പല്ലി, പക്ഷെ മുള്ളാണ് സഹിക്കാൻ പറ്റാത്തിട്ടാ. അപ്പോൾ അങ്ങനെ പ്ലാസ്റ്റിക് ഒന്നും കളയാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ അതവിടെ കഴുകിയിട്ട് അങ്ങനെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെമ്പല്ലി അങ്ങനെ നന്നാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചൂലുമായിട്ട് മുറ്റം അങ്ങനെ പകുതി തുടക്കത്തിലൊന്നും കാട്ടിയില്ല കേട്ടോ. എന്താ വെച്ചെങ്കിൽ എന്താ പറയുക, തൊട്ടടുത്ത വീട്ടിലൊരു കുട്ടി വന്നിട്ട് എന്നോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു, അവളെ കല്യാണം ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊന്ന് സംസാരിച്ച് അവളെടുത്ത്. അപ്പോൾ പിന്നെ ആ വീഡിയോ പിന്നെ എടുത്തില്ല, കുറച്ചങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അവൾക്ക് ശനിയാഴ്ച മുട്ടായി കൊടുക്കില്ല അത്ര. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണത്. എനിക്ക് ചെറിയ കുട്ടികളായിട്ടോ ഇവിടെ ഭയങ്കര കമ്പനിയാണ്. 10-18 വയസ്സായിട്ടുള്ളൂ കേട്ടോ. സജന എന്ന പേര്. അപ്പോൾ ഞങ്ങളൊക്കെ സജു എന്നാണ് വിളിക്കുക. അപ്പോൾ അവളെ കല്യാണം ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓടി വന്നിട്ട് എന്നെ അടുത്ത് പറയുക കേട്ടോ. അപ്പോൾ നടക്കട്ടെ, സന്തോഷമായി താത്താക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് നിന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ മുറ്റടിക്കലൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങോട്ട് തിരുമ്പ കേട്ടോ. എൻ്റെ തിരുമ്പണ കല്ലിനെ കുറിച്ചിട്ട് കമൻറ്റ് ഉണ്ടായിരുന്നു. മോൾക്ക് അവിടെ തിരുമ്പണ കല്ലില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തിരുമ്പണ കല്ലില്ല താത്ത, എന്താ വെച്ചെങ്കിൽ നമുക്ക് ഈ കല്ല് കെട്ട് വരെയുള്ളൂ നമ്മുടെ സ്ഥലം, ഇത് വരെയുള്ളൂ കേട്ടോ. ആ പറമ്പ് വേറെ ആളുകളാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ തിരുമ്പണ കല്ല്. ഈ പിടിച്ചിറക്കണ തുണിയും പിന്നെ തുടയ്ക്കണ കോലില്ലേ തുണി, അതൊക്കെ തിരുമ്പാനും പിന്നെ ബാത്റൂമിൽ തോർത്ത് പിന്നെ നല്ല ചളിയുള്ളതും നല്ല ചവിട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് തിരുമ്പാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കല്ലുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. അതിലേക്ക് തിരുമ്പണ കല്ലൊന്നും ഇല്ല. ഈ വാഷിംഗ് മെഷീന് പിന്നെ വീടിരിക്കലിന് മേടിച്ചത്, അതിൻ്റെ കോലം നോക്കി ഞങ്ങൾ ആകെ നാശമായിട്ടുണ്ട്, ചളി മണ്ണൊക്കെ തെറിച്ചിട്ട് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡ്രീം കേക്ക്. അപ്പോൾ അതിൽ മുകളിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലേ പേര്, ട്രെൻഡി കേക്ക്സ് എന്നാട്ടാ അവളുടെ അതിൻ്റെ പേര്. അപ്പോൾ നമ്പറൊക്കെ ഉണ്ട്, ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതിയിട്ടാ. ഒക്കെ തന്നെയാണ് യൂട്യൂബ് ചാനലും പിന്നെ ഇൻസ്റ്റാഗ്രാമൊക്കെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇക്കയാണ് കേട്ടോ പോയി മേടിച്ചത്. അപ്പം എന്നെ അവൾ അന്വേഷിച്ചു, അവളെയും കൊണ്ടുവരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു തൃക്കാട്. അപ്പം എൻ്റെ പണികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ പണികൾ കഴിയാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങൂല കേട്ടോ. അപ്പോൾ ഇക്ക പറയുക, അവളൊരു പണി കഴിയാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങില്ല എന്നൊക്കെ പറഞ്ഞത്ര അവളുടെ അടുത്ത്. അത് ശരി തന്നെയാണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ സ്കൂൾ വിട്ട് വന്നു. എൻ്റെ ചോറയ്ക്കലൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞത്തെ വിശേഷമാണ് കേട്ടോ. കുറച്ച് നേരം വിശ്രമിച്ചൊക്കെ ചെയ്തു ചോറയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട്. അങ്ങനെ മക്കളൊക്കെ വന്നു. അവർക്ക് മറ്റേ ഐഡൻറ്റി കാർഡൊക്കെ പുതിയത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡ്രീം കേക്ക് പറഞ്ഞിട്ട് കിടന്ന് ഓളിയിടണേ. ഒരുപാട് ദിവസം ഇത് ചോദിക്കണു. പൈസയ്ക്ക് ഒന്നാമത് തന്നെ വയറിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട്, എന്നാലും ഒരു ലേശമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇവർക്ക് പാൽ ചായ കൊടുക്കൽ നിർത്തി. ഇപ്പോൾ പാലാണ് കേട്ടോ കൊടുക്കണത്. പാലിൽ ഒന്നും ഇട്ടിട്ട് കൊടുക്കണമൊന്നുമില്ല. അപ്പോൾ വെറുതെ പാലായിട്ട് കൊടുക്കണം. 3 ആളും കഴിക്കുന്നുണ്ട് പാല്. അപ്പോൾ ഇത് അവരൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, അമ്മച്ചി അന്ന് മേടിച്ചതിനായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇക്ക ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, ഇക്കാക്കും നല്ല ഇഷ്ടമായിട്ടാണ്.
അപ്പോൾ എനിക്കും നല്ല ഇഷ്ടമായി, ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ അവളെ അപ്പോൾ തന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര തന്നെയാണ് കേട്ടോ. നമ്മൾ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ.